ബിജെപിക്കെതിരെ 1800 കോടി രൂപയുടെ കോഴ ആരോപണവുമായി കോൺഗ്രസ്. കർണാടക മുൻ മുഖ്യമന്ത്രി ബി.എസ്. യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് അഴിമതി ആരോപണം. പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്ക് 1000 കോടി രൂപ നൽകിയെന്നും രാജ്നാഥ് സിംഗും അരുൺ ജെയ്റ്റ്ലിയും നിതിൻ ഗഡ്കരിയും അടക്കമുള്ള നേതാക്കൾക്കായി 500 കോടി നൽകിയെന്നും യെദ്യൂരപ്പ ഡയറി കുറിപ്പിൽ പറയുന്നു. ജഡ്ജിമാർക്കും അഭിഭാഷകർക്കുമായി 300 കോടി രൂപ വീതം നൽകിയെന്നും ഡയറിയിലുണ്ട്. ഒരു ഇംഗ്ലീഷ് മാസിക പ്രസിദ്ധീകരിച്ച ഡയറിയുടെ പേജുകൾ പുറത്തുവിട്ട് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാലയാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. 2690 करोड़ रुपया वसूला गया और 1800 करोड़ रुपया 1000 प्लस 800 करोड़ रुपया भारतीय जनता पार्टी के नेतृत्व को पहुंचाया गया. भारतीय जनता पार्टी के शीर्षतम नेतृत्व के नाम है. 1000 करोड़ रुपया भारतीय जनता पार्टी की सेंट्रल कमेटी को दिया. मोदी जी से लेकर अब पूरे भारतीय जनता पार्टी के सारे नेतृत्व पर 1800 करोड़ की रिश्वत के इल्जाम है. और अगर डायरी में कोई सच्चाई नहीं तो मोदी जी से लेकर उनके सारे भाजपा नेतृत्व ने इसकी जांच क्यों नहीं करवाई? फर्स्ट इंडिपेंडेंट इन्वेस्टिगेशन मोदी जी और पूरे भाजपा नेतृत्व के खिलाफ क्यों ऑर्डर नहीं की जा सकती? പുറത്തുവിട്ട രേഖകളിലെ കൈപ്പടയോ ഒപ്പോ തന്റേതല്ലെന്ന് കർണാടക മുൻ മുഖ്യമന്ത്രി യെദ്യൂരപ്പ. പരാജയ ഭീതി പൂണ്ട കോൺഗ്രസിന് ജൽപ്പനങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസിനും വാർത്ത പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് മാസികയ്ക്കുമെതിരെ മാനനഷ്ട കേസ് കൊടുക്കുമെന്നും യെദ്യൂരപ്പ പറഞ്ഞു. All the issues being raised by Congress, including one raised by them today about alleged payment of crores of rupees, has been already inquired and found that documents are fake. IT department officials have already probed the issue to find that the documents and signatures and handwritten notes are forged one. Congress leaders who are apt in carrying out all these atrocious and malicious campaigns have planted this story in the media to gain political mileage in the coming elections. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിന് വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധം എന്നതിനപ്പുറം ഈ ആരോപണത്തിന്റെ നിജസ്ഥിതി, ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്തൊക്കെയാണ് ഹാജരാക്കിയിരിക്കുന്നത്? എന്തൊക്കെ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്? തീർച്ചയായും രഞ്ജിത്ത്, രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചൂടിൽ അമർന്നിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തുന്നത്. റഫേൽ ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ പ്രധാനമായും BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കുമെതിരെ ആയുധമാക്കുന്നതിനിടയിലാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകളുടെ ഉദ്ധരിച്ചുകൊണ്ട് അല്പസമയം മുമ്പ് കോൺഗ്രസ് നേതാവ് രൺദീപ് സിംഗ് സുർജേവാല വാർത്താ സമ്മേളനം നടത്തിയത്. രാജ്യത്തിൻ്റെ കാവൽക്കാരനല്ല, മറിച്ച് കള്ളന്മാരുടെ കാവൽക്കാരനാണ് പ്രധാനമന്ത്രി എന്ന ഗുരുതരമായ ആരോപണമാണ് സുർജേവാല ഉന്നയിച്ചത്. 1800 കോടി രൂപ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിനും മറ്റ് നേതാക്കൾക്കും നൽകിയെന്ന റിപ്പോർട്ടാണ് കാരവൻ മാഗസിൻ പുറത്തുവിടുന്നത്. ഇതിൽ BJP കേന്ദ്ര നേതൃത്വത്തിന് മാത്രം 1000 കോടി രൂപ നൽകി. നിതിൻ ഗഡ്കരിക്കും അരുൺ ജെയ്റ്റ്ലിക്കും 150 കോടി രൂപ വീതം നൽകി. നിതിൻ ഗഡ്കരിയുടെ മകന്റെ വിവാഹത്തിന് 10 കോടി രൂപ നൽകി. രാജ്നാഥ് സിംഗിന് 100 കോടി രൂപ, അദ്വാനിക്കും മുരളി മനോഹർ ജോഷിക്കും 50 കോടി രൂപ, ജഡ്ജിമാർക്ക്, രാജ്യത്തെ ഉന്നതരായ ജഡ്ജിമാർക്കും അഭിഭാഷകർക്കും വേണ്ടി 500 കോടി രൂപയും നൽകിയതായുള്ള ഡയറി കുറിപ്പിന്റെ വിശദാംശങ്ങളാണ് കാരവൻ മാഗസിൻ പുറത്തുവിട്ടത്. ഈ മാഗസിനിൽ വന്ന വാർത്തയെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് നേതൃത്വം വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തത്. എവിടെ നിന്നാണ് യെദ്യൂരപ്പയ്ക്ക് ഇത്രയധികം പണം ലഭിച്ചത് എന്ന് വ്യക്തമാക്കണമെന്നും ഈ പണം ലഭിച്ച നേതാക്കൾ അത് എങ്ങനെയാണ് ചെലവഴിച്ചത് എന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ മൗനം വെടിഞ്ഞ് പ്രതികരിക്കണമെന്നുമുള്ളതാണ് കോൺഗ്രസിന്റെ ആവശ്യം. അവിടെ രഞ്ജിത്ത് ചോദിച്ച സുപ്രധാനമായ ചോദ്യം, ഇതിൽ എന്ത് തെളിവുകളാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ്. കാരവൻ മാഗസിൻ പുറത്തുവിട്ടിട്ടുള്ളത് യെദ്യൂരപ്പയുടെ കൈപ്പടയിൽ എഴുതി തയ്യാറാക്കിയ, ഓരോ നേതാക്കൾക്കും കേന്ദ്ര നേതൃത്വത്തിനും പണം നൽകിയതുമായി ബന്ധപ്പെട്ട് എഴുതി തയ്യാറാക്കിയ വിവരങ്ങൾ ആണ്. ഒപ്പോടുകൂടിയവയാണ്. ഒരുപക്ഷെ BJPയുടെ വാർത്താ സമ്മേളനം നടക്കാൻ പോവുകയാണ്. സാങ്കേതികമായി ഇതിന്മേലുള്ള മറുപടി അല്പസമയത്തിനകം ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദില്ലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക് പോയാൽ, തുഷാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് തന്റെ മുൻ നിലപാടിൽ മാറ്റമില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. യോഗം വൈസ് പ്രസിഡന്റ് സ്ഥാനം
രാജിവെച്ചു വേണം തുഷാർ മത്സരിക്കാൻ. ജയിക്കുമോ തോൽക്കുമോ എന്ന് പറയാനാകില്ല. തൃശൂരിൽ മത്സരിച്ചാൽ ഈഴവ സമുദായത്തിന്റെ പിന്തുണ കിട്ടും. അവിടെ TN പ്രതാപൻ തോൽക്കുമെന്ന് ഉറപ്പാണ്. ശബരിമല വിഷയം ഇടതുമുന്നണിക്ക് ഗുണമാകുമെന്നും നഷ്ടം UDF-നായിരിക്കുമെന്നും വെള്ളാപ്പള്ളി ന്യൂസ് 18നോട് പറഞ്ഞു. ഈ പ്രശ്നം പരിഹരിക്കാൻ വളരെ എളുപ്പം. ഇവർ രണ്ടുപേരെയും തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സുരേന്ദ്രനെ തൃശ്ശൂർ കൊടുക്ക്, തുഷാർ മർത്തന് ശ്രീധരൻപിള്ളിക്ക് പത്തനംതിട്ടയെ കൊടുക്ക്. അപ്പോൾ ഇവർ തർക്കം തീർന്നല്ല. അവർക്ക് അതിനൊന്നും നിർബന്ധമില്ലെങ്കിൽ പ്രതാപന് സാധ്യത വളരെ കുറവാണ്. കാരണം പ്രതാപന് പൊതുവെ പറഞ്ഞാൽ ഒരുപാട് പ്രതാപം കാണിച്ച് ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ്. തുഷാറിൻ്റെ ആ സാധ്യത, അവിടുത്തെ സാധ്യതയെപ്പറ്റി എനിക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ബാക്കി ഉള്ള സമുദായങ്ങളുടെ ഇക്വേഷൻസ് അച്ഛനെ ഏതായാലും തള്ളിപ്പറയത്തില്ല, എന്നെ ഉറപ്പാണ്. ഞാൻ തള്ളിപ്പറഞ്ഞാലും എന്നെ തള്ളിപ്പറഞ്ഞ പറയത്തില്ല. ഞാൻ ആ ലാസ്റ്റ് പറഞ്ഞ ഡിമാൻഡിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുകയാണ്, രാജിവെക്കണം. പക്ഷെ അയാൾ പറഞ്ഞല്ലോ, അതിന് തർക്കിക്കണ്ടാരും. ഞാൻ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണെന്ന് അയാൾ പ്രസ്താവിച്ചു കഴിഞ്ഞല്ലോ. അച്ഛനും മകനും രാഷ്ട്രീയത്തിലില്ല. അവർ പ്രവർത്തിക്കട്ടെ, മത്സരിക്കട്ടെ, ആരെങ്കിലും ജയിക്കട്ടെ തോക്കട്ടെ, അതിനൊന്നും നമുക്ക് ഒരു തർക്കവുമില്ല, അതിനൊന്നും നമുക്ക് പ്രയാസമില്ല. ഞാൻ ആർക്കും വേണ്ടി പ്രചരണത്തിനിറങ്ങിയത് ഇത്തവണ SNDP യോഗം ശരി ദൂരത്തിലാണ്. തുഷാറിനല്ല ആർക്കും വേണ്ടി പ്രചരണത്തിൽ പോവുകയില്ല. ഇനിയൊരു നഷ്ടം സ്വകാര്യ ജീവിതത്തിൽ ഇല്ലാതെ കുടുംബവും അതുമായിട്ട് നോക്കി പോകുന്നതാണ് ഒരു നല്ലതെന്ന് ഒരു പ്രായമായി വരുമ്പോൾ എനിക്ക് തോന്നിയാൽ, ഒരച്ഛൻ എന്ന നിലയിൽ ചിന്തിച്ചാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കുമോ? CN പ്രകാശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. പ്രകാശ്, വീണ്ടും നിലപാട് മാറ്റുകയാണ് വെള്ളാപ്പള്ളി. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു. ഒപ്പം തുഷാറിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞു വെക്കുന്നത്? മറ്റു സാധ്യതകളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണ്? തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ തൃശൂർ സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെങ്കിൽ SNDP യോഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ചുമതലയിൽ നിന്നും അദ്ദേഹം രാജിവെച്ച് ഒഴിയണം എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം മുതലേ ഈ നിലപാട് തന്നെയാണ്. SNDP യോഗത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഭാരവാഹി എന്ന നിലയിൽ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത് ശരിയല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് NDAയുടെ ഭാഗമായി തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ SNDP യോഗത്തിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന ചുമതലയിൽ നിന്നും അദ്ദേഹം ഒഴിവാവണം എന്ന് തന്നെയാണ് ഇന്നും ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ വെള്ളാപ്പള്ളി വ്യക്തമാക്കിയത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച അദ്ദേഹം തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചാൽ തോൽക്കും എന്ന അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മത്സരിച്ചാൽ തോൽക്കുമോ ജയിക്കുമോ എന്ന് പറയാനാകില്ല. ഈഴവ സമുദായത്തിൻ്റെ ശക്തമായ പിന്തുണ തൃശ്ശൂരിൽ തുഷാർ വെള്ളാപ്പള്ളിക്ക് ലഭിക്കും. UDF-ൻ്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ തോൽക്കുമെന്ന് ഉറപ്പാണ് എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം തന്നെ ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായി വോട്ടർമാരിൽ സ്വാധീനം ചെലുത്തും. അത് ഇടതു മുന്നണിക്ക് ഗുണകരമായി മാറും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ നിരീക്ഷണം. കാരണം BJP കുറച്ച് വോട്ടുകൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് വോട്ടുകൾ, വിശ്വാസികളുടെ വോട്ടുകൾ BJPക്ക് അനുകൂലമായി ലഭിക്കും. പക്ഷേ അത് UDF കേന്ദ്രങ്ങളിൽ നിന്നായിരിക്കും ആ വോട്ടുകൾ നഷ്ടപ്പെടുക. അതുകൊണ്ട് ഇടതുമുന്നണിക്ക് അത് ഗുണകരമായി ഭവിക്കും എന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിലയിരുത്തലുള്ളത്. നേരത്തെ അദ്ദേഹം ആലപ്പുഴയിൽ ആരിഫ് തോറ്റാൽ തല മുണ്ടനം ചെയ്യും എന്നടക്കമുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നു. പക്ഷേ തൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ ഇനി അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനത്തിന് തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്രത്തിൽ BJP തന്നെ ഒറ്റക്കക്ഷിയായി, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷമുള്ള ഒറ്റക്കക്ഷിയായി അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് അദ്ദേഹം കാണുന്നത്. ഒപ്പം സംസ്ഥാനത്ത് ഈഴവ സമുദായത്തിൻ്റെ വിശേഷിച്ച് SNDP യോഗം ശരി ദൂരം ആണ് എന്ന നിലപാടാണ് സ്വീകരിക്കുക. ഇനി നായർ സമുദായവുമായി ഒരു തരത്തിലുള്ള ഐക്യത്തിനും പ്രസക്തിയില്ല. പിണറായി സർക്കാരുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള ആഭിമുഖ്യവുമില്ല. മൈക്രോ ഫൈനാൻസ് അടക്കമുള്ള കേസുകളിൽ പിണറായി സർക്കാർ തനിക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചു എന്നത് ശത്രുക്കളുടെ ആരോപണങ്ങൾ മാത്രമാണ്. പിണറായിയല്ല മറ്റാര് വന്നാലും തനിക്കെതിരെ ഒരു തരത്തിലും നീക്കങ്ങൾ നടത്താൻ കഴിയുന്ന നിലയിലല്ല ആ കേസുള്ളത്. അതുകൊണ്ട് തൻ്റെ ഭാഗം പൂർണ്ണമായും ശരിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള നീക്കുപോക്കും ഇടത് സർക്കാരുമായി തൻ്റെ ഭാഗം. പ്രകാശാണ് കൊച്ചിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ നേരത്തെ യെദ്യൂരപ്പയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് BJPയുടെ മറുപടി രവിശങ്കർ പ്രസാദിന്റെ വാർത്താ സമ്മേളനത്തിലേക്ക്. कर्नाटक में कांग्रेस पार्टी के और वो पूर्व मुख्यमंत्री सिद्धारमैया के पॉलिटिकल एडवाइजर भी थे. उनके यहां रेड हुई. उस रेड में एक डायरी पकड़ी गई. उस डायरी में SG और RG का बार बार नाम था. और आप पुराने अगर अखबार को निकालेंगे, पुराने अगर आप टीवी के बाइट को निकालेंगे तो उसमें आपको मिल जाएगा. This raid happened close in 2017 early. उसके बाद
कांग्रेस पार्टी के एक नेता हैं, वरिष्ठ नेता हैं, अभी भी मंत्री हैं, शिव कुमार, डी शिव कुमार, उनके यहां भी रेड होती है और एक किस्सा वहीं से शुरू होता है। 2 अगस्त 2017 को उनके यहां रेड होती है और रेड होने के बाद उनकी कई चीजें पकड़ी गई। काफी बड़ा व्यापार है। आपने देखा होगा कांग्रेस के सारे एमएलएस को संभाल कर रखने के लिए उनका जो बेंगलोर के बाहर जो उनका बड़ा सा मकान है, कैंपस है, वहां पर लोग आते हैं। उसके बाद उस रेड के दौरान, जरा शांति से बैठ जाइए कृपया करके, डिस्टर्ब मत करिए। श्रीमान डी शिव कुमार इनकम टैक्स के लोगों को एक लूज शीट भी पकड़ा देते हैं। उन्होंने पूछा कि ये क्या है? कहा कि ये एक डायरी के कुछ लूज पन्ने हैं। कहा आपको कहां से मिले? इट वॉज ए फोटोकॉपी, वो फोटोकॉपी थी, ध्यान रखिए। आपको कहां से मिले? तो उन्होंने कहा कि मैं पॉलिटिकल लीडर हूं, मुझे लोगों से मिल जाता है। और जो आज कांग्रेस पार्टी ने प्रेस कॉन्फ्रेंस किया है वो वही लूज शीट ऑफ पेपर है। इनकम टैक्स डिपार्टमेंट ने डी शिव कुमार का स्टेटमेंट लिया और उनसे पूछा कि आप इसको ऑथेंटिकेट करते हैं? आपके पास इसकी ओरिजिनल कॉपी है? कहा नहीं है। कहा कि अगर आपको इतना बड़ा लगा कि बीजेपी के इतने टॉप नेताओं को घूस दिया गया तो आपने एंटी करप्शन ब्यूरो में और लोकायुक्त कर्नाटका में कोई केस किया था आपने? इनकम टैक्स ने आज के अपने स्टेटमेंट में इसको कोट किया है, मैं पढ़ रहा हूं। इन रिस्पॉन्स टू द क्वेश्चन as to why the said matter was not informed to ACB or Lokayukt of the Karnataka, Shri Dev Kumar has stated that as he does not know about the genuineness of the said loose sheets, he did not inform the same to the enforcement agencies. क्योंकि मुझे खुद इस बात का इल्म नहीं है कि ये जेन्युइन है कि नहीं है, इसलिए मैंने केस नहीं किया। अब आप इसकी जानकारी प्राप्त करिए। फिर इनकम टैक्स विभाग ने येदियुरप्पा जी को बुलाया। कहा ये आपके दस्तखत हैं? कहा कि मैंने तो आज तक जिंदगी में डायरी लिखी नहीं है। और वो डायरी क्या थी? कर्नाटका असेंबली के जो एमएलएस को डायरी मिलती है उसी का कुछ लूज शीट्स था। कहा ये आपके दस्तखत हैं? कहा बिल्कुल नहीं है, मैं साइन करता हूं, आप मेरे दस्तखत का एग्जामिनेशन करा लीजिए। तो येदियुरप्पा जी ने साइन करके दे दिया और आज उन्होंने अपना एक स्टेटमेंट भी इशू किया है आपकी जानकारी के लिए। इट इज ऑलरेडी इन पब्लिक डोमेन। अब इनकम टैक्स विभाग ने सेंट्रल फॉरेंसिक लेबोरेटरी के पास येदियुरप्पा जी के दस्तखत के एग्जामिनेशन के लिए भेजने का प्रक्रिया शुरू की। उनको चिट्ठी लिखी गई तो सेंट्रल फॉरेंसिक लेबोरेटरी ने कहा कि डायरी पर जो दस्तखत है उस डायरी का ओरिजिनल पेज हमको दीजिए, क्योंकि अगर हमको किसी हैंडराइटिंग को एग्जामिन करना है तो हमको ओरिजिनल चाहिए। और मैं एक वकील के रूप में कह सकता हूं क्यों ज़रूरी है। आपकी राइटिंग का ऊपर नीचे कैसे होता है ये एग्जामिन करना पड़ता है, तब आपका कंपैरिजन होता है। जहाँ तक फोटोकॉपी का सवाल है, मंत्री के रूप में हम लोग कई चिट्ठी लिखते हैं, एमपी के रूप में लिखते हैं, ये लिखते हैं। अब इनके यहाँ के दस्तखत को उठा के फोटोकॉपी यहाँ पेस्ट कर दिया। देयरफॉर दे ऑलवेज वांट द ओरिजिनल। तो श्रीमान शिव कुमार को कहा गया कि ओरिजिनल कहां है श्रीमान जी, जो आपने दिया था? का ओरिजिनल हमारे पास नहीं है। ओरिजिनल का पता नहीं। अपने को बचाने के लिए इनकम टैक्स रेड में शिव कुमार ने यह डिफेंस का काम किया। उनसे पूछा गया कि आपने केस क्यों नहीं किया? कहा मुझे खुद इसकी ऑथेंटिसिटी के बारे में विश्वास नहीं है। कहा ओरिजिनल दीजिए? कहा ओरिजिनल का पता नहीं है। और बाकी ने डिनाई कर दिया। क्या कांग्रेस पार्टी अब झूठ और फरेब पर चलेगी? विल द कांग्रेस पार्टी नाउ डू इट्स पॉलिटिक्स ओनली ऑन फॉल्स, लाइज एंड मिसरिप्रेजेंटेशन? ये बड़े सवाल है। अब बाकी वो कह रहे हैं हमने 17 में दिया, वो दिया।
രവിശങ്കർ പ്രസാദ് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് BJP വക്താവ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മല എലിയെ പ്രസവിച്ചതുപോലെയുള്ള ആരോപണമാണ്. ഇതെല്ലാവരും തള്ളിയ ആരോപണമാണ്. തെളിവില്ല എന്ന ഈ ആരോപണങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ഇത്തരത്തിലാണ് കോൺഗ്രസ് ഉയർത്തിയ ആരോപണങ്ങൾക്ക് ഇപ്പോൾ BJPയുടെ മറുപടി. വാർത്താ സമ്മേളനം തുടരുകയാണ്.